ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഇക്കുറി മമ്മൂട്ടി പിള്ളേർ ഒരുങ്ങി തന്നെയാണ്. ബസൂക്കയുടെ മെഗാ ഫാൻ ഷോസ് ആണ് വരുന്നത്. ഏകദേശം 40 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് ഫാൻ ഷോ സ്റ്റാർട്ട് ചെയ്തതായി കാണാൻ കഴിയുന്നു. ചാനൽ ഇതിനിടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 55,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. സാധാരണ മമ്മൂട്ടി സിനിമകൾക്ക് വിഭിന്നമായി ഇക്കുറി അതിഗംഭീരമായ പരിപാടികളുമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്ന ബസൂക്കയിലൂടെ. ബസൂക്കയുടെ മാർക്കറ്റിംഗ് തന്നെ മികച്ച രീതിയിലാണ്. അതുപോലെ തന്നെ സിനിമ ഇറങ്ങുന്നതിന് ഏകദേശം 1.5 മാസം മുമ്പ് അല്ലെങ്കിൽ 50 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സിനിമയെക്കുറിച്ച് വലിയ രീതിയിലുള്ള പബ്ലിസിറ്റിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോകുന്നു. വമ്പൻ ബഡ്ജറ്റിൽ വരികയാണ്. ഒരുപക്ഷേ മമ്മൂട്ടി സിനിമകളിൽ സമീപകാലത്ത് വന്നതിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ വരുന്ന സിനിമ തന്നെയാണ്. 25 കോടി ബഡ്ജറ്റിൽ വരുന്ന ബസൂക്ക ഒരു ഗെയിം ചേഞ്ചർ, ഒരു ഗെയിം ത്രില്ലറായിട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് അപ്പിയറൻസ് തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഘടകവും ഈ ഒരു സിനിമയുടെ അട്രാക്ഷനിൽ. ഇത് ഒരു പരീക്ഷണ ചിത്രമാണ്. കലൂർ ഡെന്നീസിൻ്റെ മകൻ ഡീൻ ഡിനു ഡെന്നീസാണ് സിനിമയുടെ സംവിധാനം. 5 വർഷത്തോളം മമ്മൂക്കയുടെ പുറകെ നടന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ് സംവിധായകനായി മാറ്റിയ ഒരു വ്യക്തിയാണ് ഡീൻ ഡിനു ഡെന്നീസ്. ഇവിടെ നമ്മൾ മെഗാ ഫാൻ ഷോ കേരളം ഒട്ടാകെ കാണുന്നു എന്നുള്ളതാണ്. ഏപ്രിൽ 10 സിനിമ എത്തുന്നതിന് ഏകദേശം ഇന്ന് 1 മാസം ബാക്കി നിൽക്കുകയാണ്. 30-32 ദിവസങ്ങൾ നിൽക്കുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക് തലശ്ശേരിയിലും പെരിന്തൽമണ്ണയിലും അതേപോലെ തിരുവനന്തപുരത്തുമൊക്കെ മികച്ച രീതിയിലുള്ള ഫാൻ ഷോസ് വരുന്നു. അതുപോലെ തന്നെ ബിഗ്ഗസ്റ്റ് തിയേറ്റേഴ്സ് ഇൻ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ വമ്പൻ തിയേറ്ററുകളിലും ഓൾറെഡി അത് ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എറണാകുളം കവിത, അതേപോലെ തന്നെ തൃശ്ശൂർ രാഗം തുടങ്ങിയ ഒട്ടുമിക്ക തിയേറ്ററുകളും ലോക്കും ചെയ്തിരിക്കുന്നു. എന്താണേലും ഇങ്ങനെ വേണം ഒരു സിനിമ ഇറക്കാനും, അതേപോലെയാണ് വേണ്ടത്. അതുതന്നെയാണ് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയ അപ്ഡേറ്റുകളിൽ തിയേറ്ററുകളുടെ എണ്ണം കുറവാണ് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ അതിനൊരു ചർച്ച തന്നെ അണിയറയിൽ നടക്കുന്നു എന്നുള്ള ഒരു കാര്യം. ഒരുപക്ഷെ ഒരുപാട് ആരാധകരും നമ്മളെപ്പോലെയുള്ള വ്യക്തികളുമൊക്കെ അങ്ങനെ ഒരു വീഡിയോയും അല്ലെങ്കിൽ കമൻസും എത്തുമ്പോൾ അവരിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും അത് ഒരു നല്ല പോസിറ്റീവ് ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്താണെങ്കിലും 300-ന് മുകളിലുള്ള തിയേറ്ററുകൾ വേണം എന്നുള്ളത് ഒരു ആവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ ബാക്കി മാർക്കറ്റിംഗ് കാര്യങ്ങളിലുമൊക്കെ നല്ല ലെവലിൽ ശ്രദ്ധയുണ്ടാകും ഇക്കുറി. അങ്ങനെ തന്നെ ആയിരിക്കും. വിദേശ രാജ്യങ്ങളിൽ കൊടുമ്പിരി കൊണ്ട കൊടൂരമായിട്ടുള്ള ഒരു റിലീസായിരിക്കും ഇതുവരെ മമ്മൂട്ടി സിനിമയ്ക്കുള്ളതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായിട്ടുള്ള. അതായത് ഗൾഫിൽ ട്രൂത്ത് ഗ്ലോബൽ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. സമത അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിലുള്ള ആദ്യ മലയാള സിനിമയാകും, അല്ലെങ്കിൽ ഇതുവരെയുള്ള സിനിമയെ കടത്തി വെട്ടുന്ന സിനിമയായിരിക്കുമെന്ന് ഉറപ്പ് തന്നെ നൽകിയിരിക്കുന്നു. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ബസൂക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ വ്യക്തികളും കമൻസിലൂടെ വരിക. അടിച്ച് കയറുമോനെ എന്നാണ് പറയാനുള്ളത്. അപ്പം ഇക്കുറി മമ്മൂട്ടി പിള്ളേർ ഒരുങ്ങി തന്നെയാണ്. കണ്ടോളൂ, കാത്തിരിക്കാം. ഗ്രേറ്റ് മീഡിയാസ്.